ബി.ജെ.പി. ജയിക്കുമെന്ന് പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങി വിജയിക്കാനുള്ള UDF തന്ത്രം ഇത്തവണ നേരത്തെ മുതൽ ജനങ്ങളോട് പറയുന്നുണ്ടെന്നും പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ച UDF MLA-മാർക്ക് ലഭിച്ച വോട്ടിന്റെ മഹാഭൂരിപക്ഷവും ഇത്തവണ തനിക്ക് ലഭിക്കുമെന്നും റസാഖ് മീഡിയ വണ്ണോട് പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NMR റസാഖാണ് എന്നോടൊപ്പം ഉള്ളത്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അവസാന ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ പ്രതീക്ഷയിലാണ്. നല്ല വിധത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ളതിൻ്റെ ഒരുപാട് നേർക്കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഈ താങ്കൾ വിജയിക്കും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അത് കണ്ടുകൊണ്ട് UDF ആണ് വിജയിക്കുക, NMR റസാഖിന് ചെയ്യുന്ന ഓരോ വോട്ടും BJP-ക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ? അത് കഴിഞ്ഞ 15 കൊല്ലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് അവസാന ദിവസങ്ങളിലാണ് UDF അങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരിക. ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാണ് അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ പ്രചരണം കൊണ്ടുവരുന്നത്. ആയതുകൊണ്ട് നമുക്കത് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്, ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു നറേറ്റീവ് പല ഘട്ടങ്ങളിൽ പറഞ്ഞാണ് ഈ നറേറ്റീവ് സൃഷ്ടിച്ചിട്ടാണ് അവർ വിജയിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്രാവശ്യം നടക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ ഏറ്റവും ചുരുക്കം ഒരു 13,000 വോട്ടെങ്കിലും ഈ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ താങ്കൾക്ക് കിട്ടിയാലാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുക. അത്ര വലിയൊരു വോട്ട് ഈ CPM-ന് അത്ര ഒരു ശക്തമല്ലാത്തൊരു മണ്ഡലത്തിൽ എങ്ങനെ കിട്ടും? ഇതുവരെയ്ക്ക് നമുക്ക് MLA കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ MLA-ക്ക് ആരൊക്കെ വോട്ട് ചെയ്തോ അവരൊക്കെ ആയിരിക്കും ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. അവർ ഏതെല്ലാം വിഭാഗത്തിൽപ്പെടുന്നവർ ആരെല്ലാമാണോ വോട്ട് ചെയ്യുന്നത് അതേമാതിരി ഒരു വോട്ട് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി കിട്ടുക. കാരണം ഒരു മടുപ്പ് വന്നിട്ടുണ്ട്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ ജയിപ്പിക്കുക എന്നുള്ളൊരു എല്ലാം തോന്നലുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 13,000 വോട്ടൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വലിയൊരു ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന 13,000 ഒന്നുമല്ല, വലിയൊരു വോട്ട് കിട്ടി വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. അതായത് UDF-ന് കിട്ടിയ വോട്ടിൻ്റെ വലിയൊരു ശതമാനം നിങ്ങളിലേക്ക് വരുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഈ 15 കൊല്ലം കൊണ്ട് 4 തിരഞ്ഞെടുപ്പ് നടന്നു. നമുക്കിപ്പോൾ നോക്കാമല്ലോ, നമ്മുടെ അവർക്ക് വന്ന് വോട്ട് ചോദിക്കാൻ പറ്റാത്ത, നിലവിലെ MLA-ക്ക് വോട്ട് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെ ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നില്ലേ. അവർ തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗം അവർ നിൽക്കും. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് വിജയിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. എന്തായാലും ഈ NMR റസാഖിന്റെ പ്രചരണം തുടരുകയാണ്. ഈ വിവിധ പ്രദേശങ്ങളിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും എത്തി ആളുകളെ കാണുക എന്ന രീതിയാണ് പിന്തുടരുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.